ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ നമ്മൾ ഓപ്പാമിനെ കുറിച്ചും ഓപ്പാമിൻ്റെ ഡിഫറെൻറ്റ് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓപ്പാം ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒപ്പാമിൻ്റെ ഫങ്ഷൻ എന്താണ്, നമ്മുടെ 3 ചാപ്റ്ററിലായിട്ട് 3.5 ചാപ്റ്ററിൽ അതിങ്ങനെ കിടക്കുകയായിരുന്നു. ഇനി നമ്മൾ ഒരു ചെറിയ പോർഷൻ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്കുണ്ട്. ദാറ്റ് ഈസ് നമ്മളവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് AM FM റിസീവർ, ദെൻ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, ദെൻ FM ഡിറ്റക്ടർ. കുറച്ച് പോർഷൻസ് അതിനകത്ത് നമ്മൾ വളരെ കുറച്ച് പോർഷൻസ് നമുക്ക് അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഈച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓരോന്നിനെയും കുറിച്ച് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ് മോഡുലേഷൻ, ഡീമോഡുലേഷൻ, FM റിസീവർ, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്. ഒരു മോഡുലേഷൻ എന്ന് നടന്നു കഴിഞ്ഞാൽ മോഡുലേഷൻ തന്നെ ഡിഫറെൻറ്റ് മോഡുലേഷൻ ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലേ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. അപ്പോൾ ഈ ഒരു മോഡുലേഷനെ ഡീമോഡുലേറ്റ് ചെയ്ത് FM ഡീമോഡുലേഷൻ ടെക്നിക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കമ്മ്യൂണിക്കേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു കമ്മ്യൂണിക്കേഷൻ മേഖലകളിലും ഇത് ഇമ്പോർട്ടൻ്റ് തിങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് വളരെ ചെറിയ ഒരു ടോപ്പിക്കുകളാണ് നമുക്ക് കാണാനുള്ളത്. വി വിൽ ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസീവേഴ്സ്, ദെൻ FM ഡിറ്റക്ടർ, ദെൻ ആഫ്റ്റർ ദാൻ ഫേസ് ഡിസ്ക്രിമിനേറ്റർ ആൻഡ് റേഷ്യോ ഡിറ്റക്ടർ. അങ്ങനെ കുറച്ച് വളരെ ഒരു 6 hours ടോപ്പിക്കാണ് നമുക്കിനി കാണാനുള്ളത്. ഓക്കെ, first of all, what is amplitude modulation? We already know that what is amplitude modulation. It is a modulation technique. Modulation means it is modulation technique used in electronic communication. And the amplitude of carrier wave varied in proportion to waveform being transmitted. We have a waveform, then that wave mixed with a carrier wave, then that is a modulated wave, and modulating wave and these modulated waves are transmitted through via the radio carrier wave, and then that wave is broadcasting in an audio signal by combining with the radio carrier wave. This is a small technique in the case of amplitude, and there is a modulation is occurred in amplitude wise, so it is known as amplitude modulation. Then next we directly go to our topic is radio receiver. Radio receiver, as we know that in radio communication, a radio receiver is simply known as a receiver. Radio receiver in the case of a radio receiver, that is a simple radio communication, it is simply known as a receiver. Wireless or simply radio is an electronic device that receives radio waves and convert the information carried by them to a useful form. It is used with an antenna which intercepts radio waves or electromagnetic wave and convert them into AC signal which are applied to the receiver. ഇപ്പോൾ റേഡിയോ സിഗ്നലിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് എങ്ങോട്ട്, ഈ റിസീവറിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിഗ്നലായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദ റിസീവർ എക്സ്ട്രാക്ട്സ് ദ ഡിസൈഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ റിസീവറിൽ ഈ റേഡിയോ വേവ്സ് ആൻറ്റിനയിൽ വെച്ച് നമ്മൾ ക്യാരി ചെയ്യുന്ന സിഗ്നൽ AC സിഗ്നലാണെന്ന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും. ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ മാത്രമേ നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ മാത്രമേ നമ്മൾ സിഗ്നലായിട്ട് നമ്മൾ ഇതിലേക്ക് റേഡിയോയിലൊക്കെ നമുക്ക് അറിയാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്. അത് ഡിസൈഡ് ഇൻഫർമേഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു റിസീവർ. ദെൻ ദ റിസീവർ യൂസ് ഇലക്ട്രോണിക് ഫിൽറ്റേഴ്സ് ടു സെപ്പറേറ്റ് ദ ഡിസൈഡ് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ഫ്രം all the signal offering signal picked up by the antenna. An electronic amplifier increases the power of the signal for further processing and finally recovers the desired information through the demodulation. Okay, അപ്പോൾ നമുക്കിതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ
ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് AM സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ ടേക്സ് ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വേവ് ആസ് എ ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് ദ ഓഡിയോ സിഗ്നൽ ആസ് എ ഔട്ട്പുട്ട്. ഇപ്പം സൂപ്പർ ഹെട്രോഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിംഗ് ആണെങ്കിൽ ഇപ്പോൾ ലോക്കൽ ഓസിലേറ്റർ വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് കിട്ടുന്ന റിസീവർ ആണെങ്കിൽ അവിടെ ആംപ്ലിറ്റ്യൂഡിനെ മോഡുലേറ്റ് ചെയ്തിട്ട് ഇൻപുട്ടിൽ മോഡുലേറ്റ് ചെയ്തിട്ട് അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറിജിനൽ ഓഡിയോ സിഗ്നൽ ഫോർ ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കവിടെ കാണാൻ പറ്റും 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സെലക്ടിവിറ്റി, ദെൻ സെൻസിറ്റിവിറ്റി, ദെൻ ഫിഡിലിറ്റി നമ്മൾ ചില സുപ്പൈൻ പോലെയുള്ള റിസീവറിലും കൂടെയാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒരു AM റിസീവർ നമുക്ക് കിട്ടുവാണെങ്കിൽ അതിനകത്ത് ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സെലക്ടിവിറ്റി, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് സെലക്ടിങ് എ പർട്ടിക്കുലർ സിഗ്നൽ വൈൽ റിജക്റ്റിംഗ് ദ അതേഴ്സ്. ദെൻ സെൻസിറ്റിവിറ്റി, ദ കപ്പാസിറ്റി ഓഫ് ഡിറ്റക്റ്റിംഗ് RF സിഗ്നൽ ആൻഡ് ഡിമോഡുലേറ്റിംഗ് ഇറ്റ് വൈൽ അറ്റ് ദ ലോവസ്റ്റ് പവർ ലെവൽ. അപ്പോൾ ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു റിസീവറിൻ്റെ കേസിൽ നമുക്ക് അതിനകത്തോടെ ഒരു സിഗ്നൽ പാസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെലക്ടിവിറ്റിയും അതിൻ്റെ സെൻസിറ്റിവിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. AM റിസീവർ എന്തായാലും നമ്മൾ ഡയറക്റ്റായിട്ട് ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. AM റിസീവറിൻ്റെ കേസിൽ ഒരു ആൻറ്റിനയിലൂടെ RF ട്യൂൺഡ് സെക്ഷനിലൂടെ പാസ് ചെയ്ത് ഓരോ കമ്പോണൻറ്റും എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. RF ട്യൂൺഡ്, then RF IF converter, then IF filter, then AM modulation, audio amplifier, then RF tuned section. The amplitude modulated wave received by the antenna is first passed to the tuned circuit through a transformer. ഇത് RF സിഗ്നലിനെ ആൻറ്റിന റിസീവ് ചെയ്ത് ഒരു ട്യൂൺഡ് സെക്ഷനിലൂടെ, tuned section, we know that tuned circuit is a tank circuit. That is a LC's combination. First pass to the tuned circuit through a transformer. The tuned circuit is nothing but a LC circuit, which is also called a tank circuit or a resonance circuit. It selects the frequency desired by the AM receiver. It also tunes the local oscillator and the RF filter at the same time. Okay, some of the cases we have seen that there is a local oscillator, then mixing with this and RF signal together by a mixer, by using a mixer, then it is passed through the RF. Then this RF signal is converted into IF signal. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലിന് ഇൻഫ്രാറെഡ് സിഗ്നലായിട്ട് IF സിഗ്നലായിട്ട് RF മിക്സർ കൺവേർട്ട് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ദ സിഗ്നൽ ഫ്രം ദ ട്യൂൺഡ് ഔട്ട്പുട്ട് ഈസ് സെൻഡ് ടു ദ RF IF കൺവേർട്ടർ വിച്ച് ആക്ട്സ് ആസ് എ മിക്സർ. ഇറ്റ് ഹാസ് എ ലോക്കൽ ഓസിലേറ്റർ വിച്ച് പ്രൊഡ്യൂസ് എ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി. ഇപ്പോൾ ഒരു മിക്സറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിഗ്നലിന് നമ്മൾ സൈനുസോയിഡൽ സിഗ്നലാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് അല്ലേ, അപ്പോൾ അങ്ങനെ ഉള്ളൊരു സിഗ്നലിൽ നമുക്ക് കിട്ടുമ്പോൾ അവിടെ ഒന്നെങ്കിലും ഫ്രീക്വൻസി F1 + F2, F1 - F2 ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ, 2 സിഗ്നലിന് സൂപ്പർ പൊസിഷൻ നടത്തി മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 900 ഹെർട്സും ഒരു 6400 ഹെർട്സും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 500 ഹെർട്സിൻ്റെ റേഞ്ചിൽ വരുന്ന രീതിയിൽ ഉള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി മാത്രമേ ഈ RF മിക്സറിൽ കൂടി പാസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് ദ റിസൾട്ടൻ്റ് ഔട്ട്പുട്ട് ഈസ് എ മിക്സർ ഓഫ് ദ ഫ്രീക്വൻസി F1 + F2, F1 - F2 ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മിക്സർ വിച്ച് ഈസ് കോൾഡ് ദ intermediate frequency. This intermediate frequency filter is a band pass filter which pass the desired frequency. It eliminates all other unwanted frequency component. This is the advantage of IF filter which allows only IF frequency. Infrared intermediate frequency മാത്രമേ അത് allow ചെയ്യത്തുള്ളൂ. Okay, then AM modulation.
The received AM wave is now demodulated using AM demodulator. This demodulator uses the envelope detection process to receive the modulating signal. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന എ എം വേവിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിമോഡുലേറ്റ് ചെയ്യുന്നു. ഒരു എയർ സിഗ്നൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലുള്ള അത് എ എം മോഡുലേറ്ററിലേക്ക് ഡിമോഡുലേറ്റ് ചെയ്ത് അത് ഡിറ്റക്ഷൻ പ്രോസസ്സിൻ്റെ ഇങ്ങനെ മോഡുലേറ്റ് സിഗ്നൽ റിസീവ് ചെയ്യുന്നതിന് ഡിറ്റക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു എൻവലപ്പായിട്ട് ഇത് യൂസ് ചെയ്യുകയാണ്. ഇത് ഈ ഒരു പിന്നെ ലാസ്റ്റ് ഇത് മൂവ് ടു ദ ഓഡിയോ ആംപ്ലിഫയർ. This is a power amplifier stage which is used to amplify the detected audio signal. അല്ലേ, അപ്പോൾ അത് ആംപ്ലിഫൈ ചെയ്യും. ഓഡിയോ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ പവർ ആംപ്ലിഫയർ ആണ്. അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. The processed signal is strengthened to be effective. This signal is passed on the loudspeaker to get the original sound. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് കമ്പോണൻ്റ് ഈസ് RF tuned circuit. ഇത് ഫ്രീക്വൻസി കമ്പോണൻ്റ്, റേഡിയോ ഫ്രീക്വൻസി ട്യൂൺഡ് സർക്യൂട്ടിന് നമ്മൾ ഒരു ടാങ്ക് സർക്യൂട്ട്, ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് ഈ ആൻറ്റിനയിൽ നിന്ന് കിട്ടുന്ന റിസീവറിനെ റിസീവ് ചെയ്തിട്ട് IF കൺവേർട്ടർ ചെയ്യുന്നു, IFനെ ഫിൽട്ടർ ചെയ്യുന്നു, IFനെ മാത്രം ഇതിലൂടെ ഫിൽട്ടർ ചെയ്യുന്നു. ദെൻ അതിനെ ഡീമോഡുലേറ്റ് ചെയ്യുന്നു. AM സിഗ്നലിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ യൂസ് ചെയ്ത് അതിനെ ഡീമോഡുലേറ്റ് ചെയ്ത് ഓഡിയോ സിഗ്നലിൽ കൂടെ ഓഡിയോ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു പവർ ആംപ്ലിഫയർ യൂസ് ചെയ്ത് അതിനെ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം അത് സ്പീക്കറിൽ കിട്ടുന്നു. ക്ലിയർ ആയില്ല? സിമ്പിളാണ് AM റിസീവർ. ഓക്കെ, താങ്ക് യു.